തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസം 3 പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും വടകര തന്നെയാണ് ചർച്ച. ഈ പറയുന്നത് പോലെ വർഗീയമായി വിഭജിക്കപ്പെട്ടോ വടകര? സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വാശിയേറിയ പ്രചാരണം നടന്ന മണ്ഡലമാണ് വടകര. ഇരു മുന്നണികൾക്കും നിർത്താവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥികൾ, മറ്റൊരിടത്തും കാണാത്ത പ്രചാരണ പരിപാടികൾ, പുലർച്ചെ 2 മണിക്കും തീരാത്ത ആൾക്കൂട്ടം, ഒടുവിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം. ഇതിനിടെ ആരുണ്ടാക്കിയെന്നറിയാത്ത ചില സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ ഇരു സ്ഥാനാർത്ഥികൾക്കുമെതിരെ ഉണ്ടായി. പരാതികളിൽ ചിലർക്കെതിരെ പോലീസ് കേസെടുത്തു, ചിലതിൽ അന്വേഷണം നടക്കുന്നു. ഇത്തരം പ്രചാരണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടി തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. പക്ഷേ ഈ പ്രചാരണങ്ങളുടെ പേരിൽ വർഗീയമായി വിഭജിക്കപ്പെടുന്നതാണോ വടകരയുടെ രാഷ്ട്രീയ മനസ്സ്? സോഷ്യൽ മീഡിയയിലെ ആരോപണങ്ങൾക്ക് ഒരടിസ്ഥാനവുമില്ലെന്ന് മനസ്സിലാക്കാൻ തിരഞ്ഞെടുപ്പ് ദിവസത്തെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇഴഞ്ഞു നീങ്ങിയ പോളിംഗ് ആയിരുന്നു വടകരയിൽ. രാത്രി 10:30 കഴിഞ്ഞും 128 ബൂത്തുകളിൽ വോട്ടർമാർ ക്യൂവിലുണ്ടായിരുന്നു. 11:43 വടകരയിലെ അവസാനത്തെ വോട്ടും രേഖപ്പെടുത്തി. പോളിംഗ് വൈകിയാൽ സംഘർഷത്തിൽ കലാശിക്കുന്ന പതിവ് രീതികളൊന്നും ഇത്തവണ ഉണ്ടായില്ല. ഫേസ്ബുക്ക് വിലയിരുത്തലുകൾ പോലെ വിഭജിക്കപ്പെട്ടു നിൽക്കുകയാണ് വടകരയെങ്കിൽ ഇതാവുമായിരുന്നില്ല സ്ഥിതി. പ്രശ്നബാധിത ബൂത്തുകൾ എന്നെണ്ണിയ സ്ഥലങ്ങളിലെല്ലാം സമാധാനപരമായിരുന്നു വോട്ടിംഗ്. ചുരുക്കത്തിൽ ഫേസ്ബുക്കിലെ യുദ്ധമല്ല ഗ്രൗണ്ടിൽ കണ്ടത്. നാദാപുരത്തിന്റെ കലാപചരിത്രം ഉദ്ധരിച്ച് വടകരയെ അളക്കാനിറങ്ങിയവർ പക്ഷേ ഇതൊന്നും കാണുന്നില്ല. ഷാഫി ജയിക്കുകയാണെങ്കിൽ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായെന്ന ലളിതയുക്തിയിലേക്ക് അവർ കാര്യങ്ങളെ ചുരുക്കുന്നു. വ്യത്യസ്ത മതങ്ങളിൽ നിന്ന് സ്ഥാനാർത്ഥികൾ വരുമ്പോൾ അവിടെ മതം പ്രവർത്തിക്കുന്നു എന്ന വാദം ഒരു ജനാധിപത്യ സംവിധാനത്തിന് ചേരുന്നതേയല്ല. 2014 ഭരണവിരുദ്ധ വികാരം സജീവമായിരുന്നിട്ടും എൻ ഷംസീറിനെതിരെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ ജയിപ്പിച്ച മണ്ഡലമാണ് വടകര. ലീഗിനൊപ്പം CPM-നും മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉറച്ച വോട്ടുകളുള്ള മണ്ഡലം. വസ്തുതകൾ ഇങ്ങനെയായിരിക്കെ ഷാഫി ജയിക്കുകയാണെങ്കിൽ വടകരയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടായെന്ന വിലയിരുത്തൽ പരമാബദ്ധമാണെന്ന് മാത്രമല്ല അപകടകരവുമാണ്. 3 കലാപങ്ങളുടെ മുറിവുണക്കാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും അത്.